ഇവിടെയൊക്കെ കരയിലൊക്കെ ഫുള്ള് മീനാണ്. അപ്പോൾ ഞങ്ങൾ പ്രകൃതി സുന്ദരമായ നമ്മുടെ കടലുണ്ടി പുഴയുടെ മുകൾ ഭാഗത്താണ് കേട്ടോ നമ്മളുള്ളത്. നമ്മളിന്ന് പറഞ്ഞൊക്കെയാണ് നമ്മുടെ സ്നേക്കഡ് സ്പീഷീസിൽ ഭയങ്കര ടെററായിക്കാണ് ചേറാൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഫ്ലിപ്പ് ഫ്രോഗാണ് കേട്ടോ. അതിൽ നമ്മളെ പുതിയ റോഡാണ്, 7 ഫീറ്റ് ഉണ്ടാണ്. നമുക്ക് തോണിക്ക് സൂപ്പർ റോഡാണ്. നമ്മൾ കുറേ ചെമ്പല്ലി അതുപോലെ തന്നെ വരാലൊക്കെ പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പറഞ്ഞൊക്കെയാണെങ്കിൽ നമുക്ക് ചെറിയ ഫ്രോഗ് വരെ അറിയാം. വെറും 5 ഗ്രാം മുതൽ 70 ഗ്രാം വരെ കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട്. 7 ഫീറ്റ് ആണ്. നമുക്കിത് കണ്ടോ, ഏത് പൊന്തൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും അവിടെ ഇങ്ങനെ ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രോഗ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ വന്നതിൽ നമ്മുടെ മാർക്കറ്റിൽ വന്നതിൽ ഏറ്റവും വില കുറഞ്ഞ ഫ്രോഗാണ്. എന്നാലും ക്വാളിറ്റി വൈസ് പക്കാണ്. ഇത് കണ്ടോ, സംഗതി സെറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മീൻ പിടിപ്പോ ബാണം. ഒക്കെ ഞാൻ തയ്ക്കുന്നുണ്ട്. ഉത്തരാട്ടാണ് ഒക്കെ നന്നായിട്ട് വരുന്നു. ഹലോ നന്നായിട്ട് വരുന്നു. പോക നമ്മളെ ഫ്രോഗ് അവിടെ മുകളിലെത്തിപ്പോയി. നമ്മളെ ഫ്ലിപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ണ കൊഞ്ച ഇങ്ക പാറിടാ. അപ്പൊ അങ്ങനെ ഫ്രോഗിന്റെ പ്രത്യേകത ഉണ്ടാവും. ഹുക്ക് അത്രയും പക്കായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി കിട്ടും. സിംഗിൾ ഹുക്ക് ആയതുകൊണ്ട് പുറത്താണല്ലോ ഹുക്ക് കിടക്കുന്നത്. അടിപൊളി സാധനം. ഏകദേശം ഒരു 2 kg ആ റേഞ്ച് എന്തായാലും ഉണ്ടാവും വിചാരിക്കണേ. പല സുഹൃത്തുക്കളും ഇത് എങ്ങനെ കോർക്കണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി അറ്റാച്ച് ആയിട്ട് വരുന്നില്ല, രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ. ചെറിയ പണിയുള്ളൂ. ഇതാണ് ജസ്റ്റ് ഇതാ ഇവിടെ എടുത്ത് ഇതാ ഇങ്ങനെ ആയിട്ട് പുറത്ത് കൊടുക്കുക. പുറത്തോട്ട് ഇതാണ്ടോ, ഇങ്ങനെയാണ് വലിച്ച് ഇവിടെ സെറ്റാക്കുക. ഇവിടെ സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഫ്രോഗ് ഒന്ന് മടക്കിയിട്ട് ഇതാ ഇവിടെ അങ്ങോട്ട് കുളത്തി കൊടുത്താൽ സംഗതി സെറ്റാണ്. ഇത്രയുള്ള പരിപാടി. വെള്ളത്തിൻ്റെ വല കാണിച്ചു കൊടുത്താണ്. മീൻ പിടിപ്പോ സെറ്റ്. ഇങ്ങനെ എടുക്കണ്ട, ഇങ്ങോട്ട് ഒഴുക്കാണ്. വലി പറഞ്ഞാൽ കാണാല്ലേ, നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് അടിവലുണ്ട്. നന്നായിട്ട് ചുറ്റിപ്പായി. സാധനട്ടാ. ഇല്ല അവിടെ നട്ടോ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് മാത്രം നോക്കിയാൽ പിന്നെ എങ്ങനെയും കയറ്റിക്കോളാം. ട്രാക്ക് ലൂസാക്കിട്ട് വാക്ക് കളിച്ചട്ടാ. അവിടെ നട്ടോ നിങ്ങൾ
വേറെ ഉക്ക് മണ്ടക്ക് കയറി കൂടിയാണ് അത് എനിക്ക് എടുക്കല്ലേ കാച്ചി സാധനം നോക്കി ഈ റേഞ്ചിക്കുള്ള സാധനം കേട്ടോ. അത് ഫ്ലിപ്പ് ഫ്രോഗ് വേണ്ട ആളുകളെ ബാഗും മെസ്സേജ് അയച്ചോളി, ഒരു രക്ഷയില്ലാത്ത റിസൾട്ട്. കാസിമിൻ്റെ ഇടയിൽ ഇതുണ്ട ഈ മരം ഫുള്ള് നമ്മളെ വവ്വാൽ നിറഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ വവ്വാൽ മരം നിറഞ്ഞ അറിയപ്പെടുന്ന അറിഞ്ഞില്ല. ഇത് ഒന്നും രണ്ടൊന്നല്ല, ഒന്ന് സൂം ചെയ്ത് നോക്കി നമുക്ക് കാണാം. ഫുള്ളോല് അതുപോലെ നാടാണ് മൊത്തത്തിൽ മരം ഫുള്ള് ഒരു രക്ഷയില്ലാത്ത വൈബാണ് അറിഞ്ഞില്ല. പിന്നെ നമ്മുടെ കടലുണ്ടി പുഴയാണെങ്കിലും ചാലിയാർ പുഴയൊക്കെ ആണെന്നുണ്ടെങ്കിലും മുകളിൽ കയറിയാൽ വൈബ് പ്ലേസുകളാണ്. വലിയ വെയിലും ഇതൊന്നും ഇല്ലാതെ അങ്ങനെ തണലത്ത് കൂടെ എങ്ങനെയാണ് പോകാൻ പറ്റും. അയ്യോ ഞങ്ങൾ കുറച്ച് പിള്ളേരുണ്ട് അവിടെ കാര്യമായിട്ട് ചൂണ്ടിടുന്നത്. മീനിട്ടാ ഇവിടെ മീനേ ആ 2 മീനല്ലേ ഇവിടെ നല്ല ചൂരിപ്പരലുണ്ട് കേട്ടോ. നിങ്ങള് ചാനലൊക്കെ പോയി നോക്കിയോ? എന്നാ മതി. നല്ല പരലാട്ടാ. ഇതാണേ ചെറീന് 2 ചെറീന് ക്യാമറക്കൊക്കെ ചെറിയ പേടിയുണ്ട്, മീന് ചാടി പോകുന്നു. എന്താണ് നമ്മൾ വരുമ്പോഴത്തേനും വലിയ മീൻ പിടിക്കാട്ടാ. കുറേ മീൻ പിടുത്തക്കാരുണ്ടല്ലോ. ഉണ്ടോ ഇത് ടൈമില്? എന്താ സ്രാവ് സ്രാവ് സ്രാവ്. ഏയ് ചുണ്ടൻ ചുണ്ടങ്ങ. എന്താടോ എല്ലാവരും ഒരു ഗൗരവ ഭാഗത്തിൽ ഇരിക്കണേ. ഇവിടെയൊക്കെ കരയിലൊക്കെ ഫുള്ള് മീനാണ്. നമ്മളൊരു കാരണവരും ഇവിടെ വന്നു കേട്ടോ. വയനാട്ടിൽ നിന്ന് വന്നതാണ് മീൻ പിടിച്ചാൻ. എന്തൊക്കെയുണ്ട് ഞങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ? എല്ലാ ആൾക്കാരും ഉണ്ട്. എന്റെ ഉണ്ണിയെ മനസ്സ് എന്നാവണം. ചുണ്ടനാട്ടോ നമ്മളെ വേട്ട കഴിയുമ്പോൾ കണ്ടേ സൈസ് നോക്കിയാണ്. നമ്മളെ കിണ്ണം കാച്ചി 2 സാധനമാട്ടോ കടിച്ചിരിക്കുന്നത്. ഇതെന്താണെന്നുണ്ടെങ്കിൽ ഒരു 3+ കൺഫേം ആണ് കേട്ടോ മോഡല്. നമുക്കിത് പിടിച്ചു നോക്കിയാണെങ്കിൽ തന്നെ മനസ്സിലാവും. വളരെ വെയ്റ്റ്ലെസ് ആണ്. ആകെ 150 ഗ്രാമോ 140 ഗ്രാമോ മറ്റേ ഉള്ളൂ എന്നുണ്ട്. ഇതിന് 8 ഫീറ്റ് തന്നെ ഞാൻ പിടിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഏതാണെന്നുണ്ടെങ്കിലും MH മീഡിയം ഹെവിയിൽ വരുന്നതാണ്. നല്ല ഹുക്ക് റേഷ്യോ ഒക്കെ ഉണ്ട്. ഗൈഡിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും നല്ല കിടക്കാച്ചി വീഡിയോ ഉണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സംഗതിയൊക്കെ ചെയ്താളിട്ടാ. അപ്പോൾ ടാറ്റാ.